മുഖമൊന്നും പൊത്താതെ. നമ്മുടെ ജെൻസി കിഡ്സിനെ രാഷ്ട്രീയത്തിലൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല എന്നുള്ള ഒരു പൊതു വിലയിരുത്തലുണ്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല, എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളും എല്ലാവർക്കും ഉണ്ട് അഭിപ്രായങ്ങൾ. ഈ ജെൻസി തലമുറ അനുസരിച്ചിട്ടല്ല അഭിപ്രായങ്ങൾ. അതായത് ജെൻസി ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും താല്പര്യങ്ങളും ഉണ്ട്, അഭിപ്രായങ്ങളും ഉണ്ട്. ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഇച്ചിരി പേടിയുണ്ടോ? പേടി അതിപ്പോ ഓരോരുത്തരെ റോളായി പോവാന്നുള്ളൊരു പേടിയാണോ? അല്ല, അങ്ങനെയല്ല. ഓരോരുത്തരെ താല്പര്യം എന്ന് വെച്ചാൽ ചിലർക്ക് പറയാൻ താല്പര്യമുള്ളവരുണ്ടാവും, ചിലര്. നിങ്ങൾ ഈ രാഷ്ട്രീയം പറയുന്നത് ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെയാ? സോഷ്യൽ മീഡിയ ആര് ജെൻസിയോ? അങ്ങനെയെന്ന് വെച്ചാൽ ചിലർ ഇറങ്ങി നന്നായിട്ട് പ്രവർത്തിക്കുന്നവരും ഉണ്ട്, എന്നാൽ ഈ സോഷ്യൽ മീഡിയ വഴി പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും. വോട്ടായോ? ഇല്ല, വോട്ടാക്കണ്ടേ? എനിക്ക് 17 ആയിട്ടുള്ളൂ. എന്നാലും 2 വർഷം കഴിയുമ്പോൾ വോട്ടൊക്കെ ആക്കണ്ടേ? അപ്പോൾ ഒരു വോട്ട് അവകാശമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോവല്ലോ ഇലക്ഷൻ വരുമ്പോൾ. എന്ത് നോക്കി വോട്ട് ചെയ്യും? ആരാണ് സ്ഥാനാർത്ഥി നോക്കി വോട്ട് ചെയ്യോ, അതോ നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധ്യം വെച്ചിട്ട് വോട്ട് ചെയ്യോ? എല്ലാവർക്കും ഒരു രാഷ്ട്രീയ ഐഡിയോളജി എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ വികസനം നോക്കിയിട്ടും വോട്ട് ചെയ്യും. രണ്ടും നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം പാർട്ടി മാത്രം നോക്കി വോട്ട് ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആളുകളെ മാത്രം നോക്കിയിട്ടും അങ്ങനെ വോട്ട് ചെയ്യല്ല, എല്ലാം നോക്കണം. വികസനം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ പ്രധാനം. നമ്മുടെ നാട് വികസിക്കുന്നുണ്ടോ? നമ്മളെ നാട് വികസിക്കുന്നുണ്ട്, ചെറുതായിട്ടാണെങ്കിലും വികസിക്കുന്നുണ്ട്. ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിലായാലും ഇപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും ഒരുപാട് മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വികസിക്കുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിയാണ്? കുറെ പേരൊക്കെ നമ്മളെ ഫോറിനിലേക്ക് പോവാണ് പഠിക്കാനും ജോലി കിട്ടാനൊക്കെ. എന്താ അത് ഇപ്പൊ ഇതുപോലെ പുറത്ത് പോയി പഠിച്ച ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് പോയി പഠിക്കുന്നവർക്കാണ് ഇവിടെ കേരളം എത്ര മാറി എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇപ്പം ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കേരളം ഒട്ടും വികസനത്തിൽ അത്ര പിന്നിലൊന്നുമല്ല. വികസനത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരാൾ ഇവിടെ ഉണ്ട്, കണ്ടിട്ട് വോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ആദ്യത്തെ വോട്ടല്ല, രണ്ടാമത്തെ വോട്ട്. അപ്പോൾ ആർക്ക് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. കാരണം ഈ അധികം സമയമില്ലല്ലോ, ആ തീരുമാനത്തിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞതാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ നാടിൻ്റെ ഭാവി എന്താവണമെന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പം പുതിയ കണക്കുകൾ പറയുന്നത് വെച്ചാൽ 10 വർഷത്തിനുള്ളിൽ കേരളം വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായി മാറുമെന്നാണ് പറയുന്നത്. കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിൽ അവസരം ലഭിക്കുന്നില്ല. അവർക്ക് പഠനത്തിനാണെങ്കിലും അവർക്ക് ജോലിക്കാണെങ്കിലും അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യേണ്ട മേഖലകളൊന്നും കേരളത്തിൽ ലഭിക്കുന്നില്ല. ഇവിടെയുള്ള ആളുകൾ ഇപ്പം ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ പോലും പുറത്തു പോയി പഠിക്കണം, പുറത്തു പോയി സെറ്റിൽ ആവണം, അവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം. എന്തുകൊണ്ട് കേരളത്തിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവസരങ്ങളൊന്നും ഇല്ലേ? കേരളത്തിൽ ഇപ്പം പഠിക്കാനാണെങ്കിലും ജോബിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് പിന്നോട്ടാണ്. പുറത്തുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബാക്കോട്ടാണെന്ന് കുട്ടികൾക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഇവിടെയുള്ള ആളുകൾക്ക് പരിഗണന കിട്ടുന്ന രീതിയിലുള്ള വികസനം